ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാം. തട്ടിക്കൂട്ട് പഴംപൊരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു പഴംപൊരി ഉണ്ടാക്കാം, ഒരു തട്ടിക്കൂട്ട് പഴംപൊരി. അതിന് ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ്, നന്നായി പഴുത്ത ചെറിയ പഴമാണ്. നന്നായി പഴുത്തിട്ടൊന്നുമില്ല, ഇത് തൊലിക്ക് ഒരു കറുപ്പ് കളർ വന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നൊരു തട്ടിക്കൂട്ട് പഴംപൊരി ഉണ്ടാക്കാം. തട്ടിക്കൂട്ട് പഴംപൊരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണില്ല ഇത് ആരുതാന്ന്. വേറെ ആരുതല്ല, നമ്മുടെ നിഗീൻ്റെയാണ്. നിഗി ഓപ്പ എന്നൊക്കെ പറയില്ല, അറിയാത്തവരാരും ഉണ്ടാവില്ല. നിഗീൻ്റെ തട്ടിക്കൂട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വരാനായി പിള്ളേരൊക്കെ. അപ്പം വേറെ ഒന്നും ചായക്ക് കടിയില്ല. അപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പഴംപൊരി ഉണ്ടാക്കാം. അതിനകത്തേക്ക് ഞാൻ മൈദപ്പൊടിയല്ല എടുക്കുന്നത്, ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പാത്രം വലിയതാന്ന് ഓർത്തിട്ട് പേടിക്കണ്ട, ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം പഞ്ചസാര, മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ച് പാകത്തിന് കലക്കിയെടുക്കാം. ഇതിനകത്തേക്ക് ഈസ്റ്റും അങ്ങനെയൊന്നും ഞാൻ ചേർക്കണില്ല. പിന്നെ ലേശം ദോശമാവ് ഉണ്ട്, അത് പുളിച്ച ദോശമാവുണ്ട്, ലേശം ദോശമാവ് ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കണില്ല. കലക്കി വെക്കുന്നതല്ല, പെട്ടെന്ന് തന്നെ ചുടുന്നതാണ്. 2 സ്പൂണ് ദോശമാവ് ഒഴിച്ചിട്ടുണ്ട്, പുളിച്ച ദോശമാവ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് പാകത്തിന് കലക്കിയെടുക്കാം. ഉള്ളു ഉപ്പ് വേണമെന്നവർക്ക് ഇടാം, ഞാനിവിടെ ഉപ്പൊന്നും ഇടുന്നില്ല. ഉള്ളു ഉപ്പ് ഇടുന്നവരുണ്ട്, ഞാൻ ഉപ്പ് ഇടുന്നില്ല. അപ്പോൾ പാകത്തിന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ പഴം അരിഞ്ഞിടാം. മഴ ആയതുകൊണ്ട് ഇരുട്ടായി വന്ന് ഇപ്പോൾ കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഞാൻ എന്താ പഴമെല്ലാം അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യാം. പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് കത്തിച്ച് ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണയും വേസ്റ്റ് ആവില്ല. അതിനാണ് ഞാൻ ചെറിയ ചട്ടി വെച്ചത്. ചട്ടി ഇവിടെ ആയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ഉണ്ടാക്കുന്നവർക്ക് ഓയിലും ഉണ്ടാക്കാം, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവർക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ചട്ടി ചൂടായി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഴംപൊരി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പഴംപൊരിയാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കും ഇഷ്ടമാവും, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ച കൂടി നോക്കുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നല്ലോണം മുരിഞ്ഞ് വരട്ടെ. ഇതിനകത്ത് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി കിട്ടും അരിപ്പൊടിയും കൂടി ചേർത്താൽ. പഴംപൊരി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കോരിയെടുത്ത് അങ്ങനെ ഒരു ട്രിപ്പ് അങ്ങനെ ഉണ്ടാക്കി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ തട്ടിക്കൂട്ട് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായ, ആവി വറുക്കുന്ന കട്ടൻ ചായയും നല്ല പഴംപൊരിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.